നമസ്കാരം. ഇറാന്റെ പരമാധികാരിയായിരുന്ന അയത്തുള്ള അലി ഖമേനി ടെഹ്റാനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായ അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനി എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ അന്താരാഷ്ട്ര സമൂഹം കുഴങ്ങുന്നു. പിതാവും മകളും കൊച്ചുമകനും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ 56-കാരനായ മൊജ്തബയ്ക്ക് വൻതോതിൽ പരിക്കേൽക്കുകയും മുഖത്ത് ഗുരുതരമായ മുറിവുകളും വൈകല്യങ്ങളും സംഭവിക്കുകയും ചെയ്തതായാണ് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ മാർച്ച് 9 പദവി ഏറ്റെടുത്തതിനു ശേഷം ഇതുവരെയായിട്ടും പുതിയ പരമാധികാരിയെ പൊതുസമൂഹത്തിലോ മാധ്യമങ്ങളിലോ ആരും കണ്ടിട്ടില്ല. രാജ്യത്ത് അമേരിക്കയും ഇസ്രയേലും അതിശക്തമായ ആക്രമണങ്ങൾ തുടരുകയും പേർഷ്യൻ ഉൾക്കടലിൽ സംഘർഷം കടുക്കുകയും ചെയ്യുന്ന അതീവ നിർണായകമായ ഒരു ഘട്ടത്തിൽ പോലും സ്വന്തം ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം പുറത്തുവരാത്തത് വൻ ദുരൂഹതകൾക്കാണ് വഴി തുറക്കുന്നത്. രാജ്യത്തെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പേരിൽ ചില സന്ദേശങ്ങൾ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജൂലൈയിൽ നടന്ന പിതാവിന്റെ വിലാപയാത്രയിലും നൗറൂസ് ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുത്തില്ല. മൊജ്തബ ഇപ്പോൾ എവിടെയാണെന്ന കാര്യത്തിൽ 3 പ്രധാന നിഗമനങ്ങളാണ് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ടെഹ്റാനിലെ അല്ലെങ്കിൽ ഖോമിലെ അതീവ രഹസ്യമായ ഭൂഗർഭ ബങ്കറുകളിൽ ഒളിവിൽ കഴിഞ്ഞ് ഭരണം നയിക്കുന്നു എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. എന്നാൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം റഷ്യയിലേക്ക് രക്ഷപ്പെട്ടിരിക്കാം എന്നതാണ് രണ്ടാമത്തെ സാധ്യതയായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇറാനിയൻ ഭരണാധികാരികൾ പൊതുവെ രാജ്യം വിട്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മൊജ്തബ ഒന്നെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണത്തിൽ കോമയിലായിരിക്കാം എന്ന മൂന്നാമത്തെ നിഗമനത്തിനാണ് വലിയ പ്രചരണം ലഭിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന പ്രസ്താവനകളും ഉത്തരവുകളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവന്മാർ തയ്യാറാക്കുന്നതാണെന്നാണ് അറബ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ടെഹ്റാനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഇസ്രയേലിന്റെ മൊസാദ് ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ മനുഷ്യവിഭവങ്ങൾ ഉപയോഗിച്ചുള്ള പഴയകാല ചാരതന്ത്രങ്ങളുമായി കളത്തിലിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തെളിയിക്കാൻ ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ വ്യാജ വീഡിയോകളും ചിത്രങ്ങളും പുറത്തുവിട്ടത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സംശയങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയാക്കി. ഇതോടെ ഇറാന്റെ പുതിയ നേതാവിനെ കാർഡ്ബോർഡ് ലീഡർ എന്ന് പരിഹസിച്ചുകൊണ്ട് വൻതോതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകളും മീമുകളും പ്രചരിക്കാൻ തുടങ്ങി. ടെക്നോളജി ഉപയോഗിച്ച് അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ സാധിക്കാത്ത വിധം കത്തുകളിലൂടെയും വിശ്വസ്തരായ ദൂതന്മാരിലൂടെയുമാണ് മൊജ്തബ ആശയവിനിമയം നടത്തുന്നത് എന്നാണ് സൂചന. എന്നാൽ നേതാവ് ആരായാലും ഇപ്പോൾ ഇറാനിലെ യഥാർത്ഥ ഭരണാധികാരം IRGC എന്ന സൈനിക വിഭാഗത്തിന്റെ കയ്യിലാണെന്നത് വ്യക്തം. പതിറ്റാണ്ടുകളായി മേഖലയിലെ സൈനിക രാഷ്ട്രീയ ബിസിനസ് രംഗം കൈയടക്കി വെച്ചിരിക്കുന്ന സൈനിക ജനറൽമാർ മതനേതാക്കളെ വെറും പാവകളാക്കി നിർത്തിക്കൊണ്ട് രാജ്യം നേരിട്ട് ഭരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ യുദ്ധം അവസാനിച്ചാലും ഇറാനിൽ കടുത്ത നിലപാടുകാരായ സൈനിക മേധാവികൾ തമ്മിലുള്ള അധികാര മടമലി കടുക്കാനും സാധ്യതയുണ്ട്. ഇതിനിടയിൽ മൊജ്തബയെക്കുറിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില വ്യക്തിപരമായ ആരോപണങ്ങൾ പാശ്ചാത്യ ലോകത്ത് വലിയ ചർച്ചയായെങ്കിലും ഇറാനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അത് യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. പരമാധികാരി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നതിനെക്കുറിച്ച് പോലും ഇറാനിലെ ജനങ്ങൾക്ക് വലിയ കേൾക്കാൻ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഭരണത്തിലിരിക്കുന്നത് മൊജ്തബയാണെങ്കിലും മറ്റ് മതനേതാക്കളോ സൈനിക മേധാവികളോ ആണെങ്കിലും തങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും അടിച്ചമർത്തലുകൾക്കും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ലെന്ന തിരിച്ചറിവിലാണ് ഇറാനിയൻ ജനത. അതുകൊണ്ട് തന്നെ നേതാവിന്റെ അപ്രത്യക്ഷമാകൽ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന വലിയൊരു നാടകമായി മാറിയിരിക്കുകയാണ്.